സർക്കാരുടെ കടുംപിടുത്തം കൊണ്ട് വെട്ടിലായി KECBയും വാട്ടർ അതോറിറ്റിയും. പദ്ധതിയുടെ നിർമ്മാണവും നടത്തിപ്പും ഏറ്റെടുത്തിരുന്ന കരാർ കമ്പനികൾ യഥാസമയം പദ്ധതികൾ കൈമാറാതെ വന്നതോടെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെട്ടിലായത്. മണിമലയാർ വൈദ്യുത പദ്ധതി, അരുവിക്കര ജലവിതരണ പദ്ധതി തുടങ്ങിയവയാണ് കാലാവധി അവസാനിച്ചിട്ടും കരാർ കമ്പനികൾ തിരികെ നൽകാത്തത്. പദ്ധതികളുടെ നിർമ്മാണവും നടത്തിപ്പും ഏറ്റെടുത്ത കമ്പനികൾ സ്വീകരിക്കുന്ന നിലപാടുകളിൽ KECBയ്ക്കും ജല അതോറിറ്റിക്കും തിരിച്ചടിയാകുന്നു. മണിമലയാർ ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെ KECBയ്ക്ക് നിർണായകമായി മാറി. പദ്ധതി കൈമാറേണ്ട സമയം കഴിഞ്ഞിട്ടും കാലാവധി നീട്ടി നൽകണമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത അരുവിപ്പുഴ, പെരുവണ്ണാമൊഴി പ്ലാന്റുകൾ കരാറുകാർ കാലാവധി അവസാനിച്ചിട്ടും ജലവകുപ്പിന് തിരിച്ചു നൽകാത്തതും പ്രതിസന്ധിയാണ്. കരാർ വ്യവസ്ഥ പ്രകാരം 2025-ലാണ് KECBയ്ക്കും ജല അതോറിറ്റിക്കും പദ്ധതികൾ തിരികെ നൽകേണ്ടത്. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് പദ്ധതികൾ കൈവശം വയ്ക്കുകയാണ് കരാർ കമ്പനികൾ. കാർബോറാണ്ടം വൈദ്യുതി ഗ്രൂപ്പിലേക്ക് കൊച്ചിയിലെ ലൈനുകൾ വഴിയാണ് വൈദ്യുതി കൊണ്ടുപോകുന്നത്. പദ്ധതി തിരികെ നൽകിയാൽ ഇതിന് പണം നൽകേണ്ടി വരും. ഇത് മുന്നിൽ കണ്ടാണ് KECBയെ പ്രതിസന്ധിയിലാക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന പല ജലവൈദ്യുത പദ്ധതികളും നിശ്ചിത സമയത്തിനുള്ളിൽ വാട്ടർ അതോറിറ്റിക്ക് ഏൽപ്പിക്കണമെന്നാണ് കരാറ്. എന്നാൽ പലതരത്തിലുള്ള സാമ്പത്തിക ലാഭങ്ങൾ മുന്നിൽ കണ്ട് 16 വർഷമായിട്ടും വാട്ടർ അതോറിറ്റിക്ക് പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ കമ്പനികൾ ഏർപ്പെടുത്തുന്ന ഇത്തരം സമ്മർദ്ദം കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളായ KECBയും വാട്ടർ അതോറിറ്റിയും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.